ബിഗ് ബോസിന്റെ ഒരു പ്രോമോയില് അനുമോള് പൊട്ടിക്കരുന്നാണ് നമ്മൾ കണ്ടത്. ആ PR ഇഷ്യൂ തന്നെയാണ്. ആദ്യയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പോയി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഒരുപാട് കരയുന്നുണ്ട്. അതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോ അനുമോള് പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ള കാര്യം ഏറെക്കുറെയൊക്കെ പ്രൂവായി വന്നിട്ടുണ്ട്. അനുമോൾ ആ PR നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത്രയും ഇഷ്യൂ ഉണ്ടായത്. ഇപ്പോൾ അനുമോൾ കൊടുത്ത നമ്പർ ചേച്ചിയുടെ നമ്പറാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അനുമോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് കൊടുത്ത നമ്പർ ഇതാണ്, എന്റെ ചേച്ചിയുടെ നമ്പറാണ്, വീട്ടിൽ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നമ്പറാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അത് എല്ലാവരോടും കാണിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, അയ്യോ അത് ആദിലേക്ക് തെറ്റ് പറ്റിയതാണ്, എന്നോടത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് PR നമ്പറൊന്നും അല്ല, അവളുടെ ചേച്ചിയുടെ നമ്പറാന്നുള്ള രീതിക്ക് പറഞ്ഞു, ആദിൽ എന്നോട് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ അക്ബർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്ബറും അവിടെ നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കരയൊന്നും മെഴുകുന്നു എന്തൊക്കെയായിരുന്നു. അക്ബറും അവിടെ നല്ല ഓസ്കാർ ലെവൽ അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മാക്സിമം അനുമോളെ നെഗറ്റീവ് ആക്കണം. ഒരു ചാൻസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചു. ഇതാണ് സത്യം. എന്തായാലും ഇപ്പോൾ നൂറയ്ക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, പറയാനൊരു വോയിസും ഇല്ലല്ലോ. നൂറയ്ക്ക് ഒരു ടോപ്പ് 5 വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം വന്നതുകൊണ്ട് അതിന് ഇമ്പാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇനി അത് പ്രശ്നം വരുമോ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പേടിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. ഇപ്പൊ പറയുന്നുണ്ട് ഇതിപ്പോ എന്തിനാ ഈ കാര്യം അവിടെ വീണ്ടും വീണ്ടും കുത്തിപ്പോക്കി, ഇതിപ്പോ കഴിഞ്ഞ കാര്യമല്ലേ, ഇതൊക്കെ എന്തിനാ വീണ്ടും പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ ചെയ്താൽ ആഹാ ഇവർ ചെയ്താൽ ഓഹോ, ആ രീതിക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതൊരു ഗെയിം ഷോ ആണ്, ഗെയിമിന് ഗെയിമായിട്ട് തന്നെ കാണണം, ഗെയിം ആകുമ്പോൾ പല കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷെ ഒരാളെ ഇല്ലാത്ത കാര്യത്തിന് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും അധികം നാളെ പോയില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇതിലിപ്പോ ആരാണ് റിയൽ കട്ടപ്പ? ഓൾറെഡി റിയൽ കട്ടപ്പ വന്നതുകൊണ്ട് ബാക്കി എല്ലാവരും കട്ടപ്പ മോഡിലേക്ക് ചേഞ്ച് ആയതാണോ എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.